നമസ്കാരം. നമുക്കിന്ന് ശങ്കരാഭരണം രാഗത്തിലുള്ള ഒരു കൃതി പഠിക്കാം. ബാഗുമീര തുടങ്ങുന്ന ഈ കൃതി, ഇത് ഞാൻ പ്രത്യേകിച്ച് നിൻ്റെ കുറേ ഫ്രണ്ട്സിന് വേണ്ടി അവരുടെ ആവശ്യപ്രകാരം റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് മൊത്തം, ഈ കൃതിയുടെ മൊത്തം ഭാഗം ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല്ലവി, അനുപല്ലവി, ചരണം, ഇത് മൂന്നും ഇത് പഠിക്കാൻ വേണ്ടിയുള്ളൊരു വീഡിയോയാണ്. ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, ഈ കൃതിയുടെ ഒരു ബേസിക് സ്ട്രക്ചർ മനസ്സിലാക്കാൻ വേണ്ടി അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് നൊട്ടേഷൻസും ഞാൻ കൂടെ പാടും. ഇത് കൃത്യം നൊട്ടേഷൻ പോലെ പാടണമെന്നല്ല അതിൻ്റെ ഉദ്ദേശം. എന്നാലും നമുക്ക് പാട്ടിൻ്റെ ആ കൃതിയുടെ ഒരു ആഗമത്തോളം ഒരു ഫീലും ഒരു സ്ട്രക്ചറും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് തുടങ്ങാം. ഈ കൃതി രൂപകതാളത്തിലാണ്. അപ്പം 1 2 3 1 2 3 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ ഓരോ 1 എന്ന് പറയുന്നതിനകത്തും 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പം 1 2 3 4 1 2 3 4 1 2 3 4 അപ്പോൾ 12 ബീറ്റ്സ് ഉണ്ട് ഈ താളത്തിൽ. ഓക്കെ. എന്തായാലും ആദ്യത്തെ എല്ലാ കൃതിയിലും പല്ലവിയിലാണെങ്കിലും അനുപല്ലവിയിലാണെങ്കിലും ചരണത്തിലാണെങ്കിലും സംഗതികൾ കൂടി വരും. അപ്പോൾ ആദ്യത്തെ സംഗതി ഒരു സിമ്പിളായിട്ട് പാടും, അതിൻ്റെ അടുത്ത സംഗതി അതിലും കുറച്ചുകൂടെ കട്ടിയായിട്ടായിരിക്കും. അപ്പം പല്ലവിയിലെ ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് ബാഗുമീരഗനുനാതോ പലുകകരാദവദ. അപ്പം ഇതാണ് ആദ്യത്തെ സംഗതി. ഇത് ഞാൻ ശ്രുതി ഇട്ടിട്ടില്ല, കാര്യം ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. പക്ഷേ ഇത് ഒരു മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം ബാഗുമീരഗനുനാതോ പലുകകരാദവദ ബാഗുമീരഗനുനാതോ പലുകകരാദവദ. ഇതാണ് ആദ്യത്തെ സംഗതി. അപ്പോൾ ഇതിൻ്റെ സ്വരം എന്ന് പറയുന്നത് സ സ സരി ഗമ ബാഗുമീര പമ മഗരി സ ഗനുനാതോ സരി സ സ സദനി സ സരി ഗമ രി ഗ പലുകകരാദവദ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സംഗതികൾ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള 1-2 കാര്യങ്ങൾ. ഈ പല്ലവിയുടെ ആദ്യത്തെ സംഗതിയാണിത്. ഇത് തുടങ്ങുന്നത് സമത്തിലാണ്, അതായത് അടിയിലാണ് തുടങ്ങുന്നത്. അപ്പം ബാഗുമീര, അപ്പം സ സ സരി ഗമ, അപ്പം അതിലാണ് തുടങ്ങുന്നത്, അപ്പം അടിയിലാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ അത് വരുമ്പം ബാഗുമീരഗനുനാതോ പലുകക, അപ്പം അവിടെ പലുകൊക്കെ എടുക്കുമ്പം പലുകകര, അപ്പം പലു എന്നുള്ളത് ഈ ഒരു ബീറ്റിൻ്റെ ഹാഫിൽ വെച്ചാണ് തുടങ്ങുന്നത്, അതായത് ഒരു അര ഇടം കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം പലുകകരാദവദ ബാഗുമീരഗനുനാതോ പലുകകരാദവദ. ഓക്കെ. അപ്പോൾ അതാണ് ഒന്നാമത്തെ സംഗതി. പല്ലവിയിലെ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് സ സ സരി ഗമ പദ പമ മഗരി സ ബാഗുമീരഗനുനാതോ സരി ഗമ ദവരി സ സദനി സ ദവ മഗരി സ പലുകകരാദവദ. അതാണ്. ഇപ്പോൾ ആദ്യത്തെ സംഗതിയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് സ സ സരി ഗമ അതത്രയും സെയിം ആണ്. ബാഗുമീര രണ്ടാമത്തെ ഭാഗം പദ പമ മഗരി സ ഗനുനാതോ. അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസം. പിന്നെയുള്ള വ്യത്യാസം സരിഗമ ദവരി സദനി പലുകകരാദവദ ദവമഗരി സ. അപ്പോൾ അതാണ് രണ്ടാമത്തെ സംഗതി. ഇനി മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് സ സ സരി ഗമ, അപ്പോൾ അവിടെയും സെയിം ആണ്. ബാഗുമീര ദവമഗമ പ ദ ദവമഗമ പ ഗനുനാതോ ധനി സ ധനി സ സനി ദവമപദനി പലുകകരാ സ സ ദവമ ദവമഗരി ദവദ. അപ്പോൾ അത് മൊത്തമായിട്ട് നോക്കിയാൽ
ബാഗുമീരഗനുനാഥോ പൽ ധനി സനി ദബ പലുകരാദവാദ ബാഗുമീരഗനുനാഥോ പലുകരാദവാദ ബാഗുമീരഗനുനാഥോ പലുകരാദവാദ ബാഗുമീര. അപ്പോൾ നമുക്ക് ഈ പറയുന്ന സംഗതികൾ വെച്ച് നമ്മളൊരു ലൈൻ പഠിച്ചു കഴിയുമ്പം അത് പല പ്രാവശ്യം പാടണം. താളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം ബാഗുമീരഗനുനാഥോ പലുകരാദവാദ ബാഗുമീരഗനുനാഥോ പലുകരാദവാദ. അങ്ങനെ മൂന്നാമത്തെ സംഗതിയും കഴിഞ്ഞു. ഇനി നാലാമത്തെ സംഗതി സരിഗമ സെയിമാണ്. ബാഗുമീര ദവമഗമപ ഗനുനാഥോ ധനി സരിഗമ ഗരി സനി ദബ പലുകര ഗരി സനി ദബ ദവമഗരിഗ ദാവാദ ബാഗുമീരഗനുനാഥോ പലുകരാദവാദ ബാഗുമീരഗനുനാഥോ പലുകരാദവാദ ബാഗുമീരഗനുനാഥോ പലുകരാദവാദ ബാഗുമീരഗനുനാഥോ. അപ്പോൾ അതാണ് പല്ലവിയുടെ ഒരു സ്ട്രക്ചർ. ഇനി നമ്മൾ അനുപല്ലവിയിലോട്ട് വരുവാണെങ്കിൽ നഗരാജഗിരിനിവാസ നഗരാജഗിരിനിവാസ സപ്പമഗമരി ഗമപ സപ്പമഗമരി മഗമപ നഗരാജഗിരിനിവാസ. നാഗരാജ ഗിരിനിവാസ എന്നാണ് സാഹിത്യം. നാഗരാജഗിരിനിവാസ. രണ്ടാമത്തെ സംഗതി സദവമഗമരി മഗമപദനീസ നഗരാജഗിരിനിവാസ സനിധവമഗമരി നഗരാജ. ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ സംഗതി ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പം സദവമഗമരി നഗരാജ അത് രണ്ടാമത്തെ സംഗതി. മൂന്നാമത്തെ സംഗതി സനിധവമഗമരി നഗരാജ മഗമപദനീസ ഗിരിനിവാസ സനിധ പമഗമദപമപമഗ നളിനാക്ഷ ശ്രീ വെങ്കടേശ സനിധ പമഗമദപമപമഗരി സനി നളിനാക്ഷ ശ്രീ വെങ്കടേശ. രണ്ടാമത്തെ സംഗതി അതിൻ്റെ സനി ഗരി സനിധ പമപമപമദപമപമഗരിക നളിനാക്ഷ വെങ്കടേശ. രണ്ടാമത്തെ സംഗതി സനി ഗരി സനിധ പമഗമദ സനി ഗരി സനിധ പമപമദപമപമഗരിക നളിനാക്ഷ ശ്രീ വെങ്കടേശ. ഇത് മൊത്തം പാടുവാണെങ്കിൽ നാഗരാജഗിരിനിവാസ നളിനാക്ഷ ശ്രീ വെങ്കടേശ. അപ്പോൾ ആദ്യത്തെ നാഗരാജ പ്ലേറ്റ് നാഗരാജഗിരിനിവാസ. അപ്പം നാഗരാജഗിരിനിവാസ നളിനാക്ഷ ശ്രീ വെങ്കടേശ. അപ്പം അങ്ങനെയാണ്. അപ്പം അത് നമുക്ക് ഒരു സംഗതി രണ്ടാമത്തെ സംഗതി ചേർത്ത് ഈ രണ്ട് രീതിയിലും പാടും. അപ്പോൾ രണ്ട് ലൈനുണ്ട് അനുപല്ലവിയിൽ. നാഗരാജ ഗിരിനിവാസ പിന്നെ നളിനാക്ഷശ്രീ വെങ്കടേശ. അപ്പം നാഗരാജഗിരിനിവാസ നളിനാക്ഷശ്രീ വെങ്കടേശ. ഇത് കഴിഞ്ഞിട്ട് ഒരു ചിട്ടസ്വരമാണ്.
ഗമ പ ഗമ രി ഗമ ഗരി സരി ഗരി സനി ദ പ ധ നി സരി ഗമ പരി ഗമ പ ധ പ മ ഗമ ഗരി ഗമ പ സരി ഗമ പരി ഗമ പ ധ നി സരി ഗമ ഗരി സ ഗരി സനി ദ പ ധ നി സരി ഗരി സനി ദ രി സനി ദ പ ധ പ മ ഗരി ബാഗുമീര. അപ്പം അത് ചുട്ടസ്വരവും രൂപതാളത്തിൽ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. അപ്പം അങ്ങനെയാണ് ഗമ പ ഗമ രി ഗമ ഗരി സരി ഗരി സനി ദ പ ധ നി സരി ഗമ പരി ഗമ പ ധ പ മ ഗമ ഗരി ഗമ പ സരി ഗമ പരി ഗമ പ ധ നി സരി ഗമ ഗരി സ ഗരി സനി ദ പ ധ നി സരി ഗരി സനി ദ രി സനി ദ പ ധ പ മ ഗരി ബാഗുമീര. അപ്പോൾ ഇത് ഓരോ നമ്മൾ എഴുതി പഠിക്കണം. എഴുതിയിട്ട് 4 നോട്ട്സ് വീതമായിട്ട് എഴുതണം. അപ്പം 12 നോട്ട്സ്. അപ്പം ഗമ പ ഗമ രി ഗമ ഗരി സരി ഗമ പ ഗമ രി ഗമ ഗരി സരി. അപ്പം അങ്ങനെയാണ് നമ്മൾ പാടേണ്ടത്. ഗമ പ ഗമ രി ഗമ ഗരി സരി ഗരി സനി ദ പ ധ നി സരി ഗമ. അപ്പം ഇത് സ്പീഡ് കുറച്ചൊന്നുകൂടെ ഞാൻ പാടാം. ഗമ പ ഗമ രി ഗമ ഗരി സരി ഗരി സനി ദ പ ധ നി സരി ഗമ പരി ഗമ പ ധ പ മ ഗമ ഗരി ഗമ പ സരി ഗമ പരി ഗമ പ ധ നി സരി ഗമ ഗരി സ ഗരി സനി ദ പ ധ നി സരി ഗരി സനി ദ രി സനി ദ പ ധ പ മ ഗരി ബാഗു. അപ്പം അങ്ങനെയാണ് ചുട്ടസ്വരം പാടിയിട്ട് തിരിച്ച് പല്ലവിയിലോട്ട് വരുന്നത്. ഇത് നമ്മൾ ചരണത്തിലോട്ട് പോകുന്നു. నీలావణ్యము జూడను నేనెందు వేడగని మగమ పప పప మగమ పమగమరి మరి మగమ పమ పమ పద ప. నీలావణ్యము జూడని నేనెందో వేడగని നീലാവൺ. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കത് പല രീതിയിൽ നമുക്ക് പാടാൻ പറ്റും. ഈ കൃതി നിരവൽ ചെയ്യുമ്പോൾ സാധാരണയായിട്ട് പാടാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണിത്. നിരവൽ നമ്മൾ ഈ ലെസണിൽ എടുക്കുന്നില്ല. അപ്പം നീലാവണ്യമു ജൂഡനി നേനെന്തോ വേടഗനി നീലാവണ്യമു ജൂഡനു നേനെന്തോ വേടഗനി. ഇപ്പം രണ്ടാമത്തെ സംഗതി മഗമപ നീലാവൺ. സോ അടി കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സമത്തിൽ തുടങ്ങാം. ഇങ്ങനെ തുടങ്ങുമ്പോൾ അടി കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. മഗമപ നീലാവൺ. അപ്പം മനസ്സിലായത്. അപ്പം രണ്ടാമത്തേത് മഗമപ നീലാവണ്യമുജു നീലാവണ്യമുജൂഡനി ഗമപ മഗമരി മരിമഗമപ നേനെന്തോ വേടഗനി പമ പമ പ. ആദ്യത്തെ നമ്മൾ വേടഗനി പമ പമ പദ പ എന്ന് പാടി. രണ്ടാമത്തേത് പമ പമ പ സ പ വേടഗനി. നീലാവണ്യമുജൂഡനി നേനെന്തോ വേടഗനി. രണ്ടായി. ഇലാഗുണയേ ചുടഗിതീനേക്കു മേര ഇലാഗുണയേ സുടഗിതീനേക്കു മേര. അപ്പം ഗമപദനി സദ പ പമഗമൈക സരി സരി ഗമപദനി സദ പ പമഗ സരി ഗമ ഗമ ദപ മഗരി സ ഇലാഗുണയേ സുടഗിതീനേക്കു മേല ഇലാഗുണയേ സുടഗിതീനേക്കു മേര ശ്രീലോല. അപ്പം അടുത്ത ലൈനാണ് ശ്രീലോല. അപ്പോൾ ശ്രീലോല എന്നുള്ളത് അടിയിൽ സമത്തിലും തുടങ്ങാം. അടി കഴിഞ്ഞിട്ട് അര തള്ളിയും നമുക്ക് ചെയ്യാം. അപ്പം ഇപ്പം ശ്രീലോല അടിയിൽ സമത്തിൽ വരുവാണെങ്കിൽ ശ്രീലോല എന്ന് പാടേണ്ടി വരും. അപ്പം സപ്പവമഗമരി ശ്രീലോല. ഇപ്പം അടി കഴിഞ്ഞിട്ട് ആണ് എടുക്കുന്നതെങ്കിൽ
ശ്രീലോല സപ്പവമഗമരി. ഇപ്പം ശ്രീലോല ജപമുന. അപ്പം അവിടെ നമുക്ക് നീട്ടി നമുക്ക് ഒരു ഇഫക്റ്റിന് വേണ്ടി നമുക്ക് ഒരു 2-3 താളോട്ടം അങ്ങനെ പഠിപ്പം. ഫോർ എക്സാമ്പിൾ ശ്രീലോല ജപമുന ശ്രീലോല ജപമുന ഗോപാലദാസുനികരം മിതി. ഇപ്പം ശ്രീലോല ജപമുന എന്ന് ആദ്യം നിന്ന് പാടിയിട്ട് നമ്മളൊരു നീട്ടിപ്പാടും. അത് കഴിഞ്ഞിട്ട് ശ്രീലോല ജപമുന ഗോപാലദാസ എന്ന് പറയുന്നത് ഈ കൃതി എഴുതിയ വീണ കുപ്പയരുടെ മുദ്രയാണ്, ഗോപാലദാസൻ. ശ്രീലോല ജപമുന ഗോപാലദാസുനികരം മിതി വലായമുഗചിനദൈ. സോ സനി സരി സനി സനി ദബദനി വലായമുഗചിനദൈവമുനീനനു വിവേളനു വലായമുഗചിനദൈവമുനീനനു വിവേളനു. ഇനി ഇതിൻ്റെ തന്നെ രണ്ടാമത്തെ ഒരു സംഗതിയും കൂടെ ഉണ്ട്. സനി സരി ഗമഗരി സനി ദബ പദനി സനി സരി ധനി സരി സനി ദ പമ പമ ദബ മഗരി ഗ സനി സരി ഗമഗരി സനി ദബ ധനി സരി സനി ദ പമ പമ ദബ മഗരി ഗ വലായമുഗചിനദൈവമുനീനനു വിവേളനു വലായമുഗചിനദൈവമുനീനനു വിവേളനു. ഗമപ ഗമരി ഗമഗരി സരി ഗരി സനി ദബദനി സരി ഗമ പരി ഗമ പദപമ പദപമ ഗമഗരി ഗമപ സരി ഗമ പരി ഗമ പദനി സരി ഗമഗരി സഗരി സനി ദബദനി സരി ഗരി സനി ദരി സനി ദബദപ മഗരി ബ ഗുമീരഗനുനാഥോ. അങ്ങനെയാണ് നമ്മൾ തിരിച്ച് ബാഗുമിയിലോട്ട് വന്ന് ഈ കൃതി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഒരു നമ്മുടെ ഈ പാട്ട് പഠിക്കാനുള്ള, ഈ കൃതി പഠിക്കാനുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാത്രം കണക്കാക്കി ഇത് പഠിച്ചതിന് ശേഷം നമുക്കിത് പല പല രീതിയിൽ നമുക്ക് തന്നെ കുറച്ചൊക്കെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.